അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ചാനൽ വണ്ണിലൂടെ ഇന്ന് ഈ സാക്ഷ്യം കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയുകയാണ്. ഞാനിന്ന് ഡൽഹിയിലാണ് ആയിരിക്കുന്നത്. അനുഗ്രഹീതനായ ഒരു അഭിഷക്തനാണ്, ഡൽഹിയിൽ നിന്നാണ്. സ്തോത്രം. അദ്ദേഹം കർത്താവിൽ തന്നെ നടത്തിയ വിധങ്ങൾ, സ്തോത്രം, എങ്ങനെ വിശ്വാസത്തിലായപ്പോൾ കടന്നുപോയ തീച്ചുകളുകളും പ്രതിസന്ധികളും അതിൻ്റെ നടുവിൽ ഇത്രത്തോളവും ദൈവം നിലനിർത്തിയതും ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രം. എൻ്റെ കണ്ണുകളെ ഈർന്നണിയിക്കുന്ന ഒരുപാട് ഇൻസിഡൻറ്റുകൾ പങ്കുവയ്ക്കുവാനിടയായി തീർന്നു. അപ്പോൾ എനിക്ക് തോന്നി അത് പ്രിയ സഹോദരങ്ങൾ നിങ്ങളൂടെ അതൊന്ന് അറിഞ്ഞിരിക്കണം, കേട്ടിരിക്കണം. നിങ്ങളുടെയും വിശ്വാസത്തെ ഒന്ന് ബലപ്പെടുത്തുവാൻ, ഒന്ന് ഉറപ്പിക്കുവാൻ ആ സാക്ഷ്യം ഇടയായിത്തീരും എന്നെൻ്റെ ഹൃദയത്തിൽ തോന്നി. ആയതുകൊണ്ടാണ് ഇത് പങ്കുവെക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ ദാസൻ NB ഫിലിപ്പിനെ ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുകയാണ്. സ്തോത്രം. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടെയും ക്ഷമയോടെയും കേട്ടിരിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂവിന്, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ ഒന്നോ വർധനവിന്, സ്തോത്രം, ചില പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ഉൾക്കരുത്ത് പ്രാപിക്കുവാൻ ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നമുക്ക് ദേവദാസിൻ്റെ വായ്മൊഴിയായി തന്നെ കേൾക്കാം. പ്രിയപ്പെട്ടവൾ ഇവിടെയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. സ്തോത്രം. ഡൽഹിയുടെ പട്ടണത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വീട്ടിലാണ് ഞാൻ ഇന്ന് ഇരിക്കുന്നത്. സ്തോത്രം. ഇതിങ്ങനെ ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല. ആ കടന്നുപോയ അനുഭവങ്ങളൊക്കെ ഞാൻ കേട്ടപ്പോഴത്തേന് നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്. യേശുവിന് മുഴുവൻ മഹത്വം. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് വിശ്വാസത്തിലേക്ക് വന്ന കാര്യം ഒന്ന് പറയണം. എന്നുവെച്ചാൽ നമുക്ക് ഡൽഹിയിലേക്ക് വന്ന കാര്യം ഒന്ന് പങ്കുവയ്ക്കാം. എൻ്റെ പേര് NB ഫിലിപ്പ്. കോട്ടയം ഡിസ്ട്രിക്റ്റിലെ പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്വദേശം. എൻ്റെ പപ്പ ഒരു സുവിശേഷകനായിരുന്നു. 8ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം പഠനം കഴിഞ്ഞ് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. കോട്ടയം പുതുപ്പള്ളിയിലാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം ഒരു ജോലിക്ക് വേണ്ടിയാണ് 1988 ഞാൻ ഡൽഹിയിൽ വരുന്നത്. എത്ര വയസ്സുണ്ടപ്പം? 22 വയസ്സ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നു. എനിക്ക് ഒരു ജോലി കിട്ടി, എയർപോർട്ടിലൊരു ജോലി കിട്ടി. അങ്ങനെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിയുന്നത്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ദൈവദാസന്മാർ എന്നെ സന്ദർശിക്കുകയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തു. ബൈബിൾ കോളേജിലൊന്നും പഠിച്ചിട്ടല്ലേ ഇവിടെ വരുന്നത്? ഞാൻ ബൈബിൾ കോളേജ് പഠിച്ചിട്ടല്ല വരുന്നത്. എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ ജോലി ചെയ്യാൻ വരിക. ജോലി ചെയ്യാനാണ് ഇവിടെ. ഞാൻ അങ്ങോട്ട് എഞ്ചിനീയറിംഗ് ജോലിക്ക് വേണ്ടി വരിക. എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. സിവിൽ എഞ്ചിനീയറിംഗ് ജോലിക്ക് വേണ്ടിയാണ് ഞാൻ ഡൽഹിയിൽ വരുന്നത്. 1988 എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയ സമയത്ത് ഞാൻ അതുപോലെ ചർച്ചിൽ പോവുകയുണ്ടായി. അവിടെ വെച്ച് ദൈവദാസനോടൊപ്പം സഹശുശ്രൂഷകനായി പ്രവർത്തിക്കുന്ന സമയത്താണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവദാസന്മാരെന്നെ തയ്യാറാക്കിയതും എന്നെ അതിനുവേണ്ടി ഒരുക്കിയതും. പാഷ കെ ജോയി, പാഷ കെ വൈ ഗീവർഗീസ്, പാഷ കെ.ടി. തോമസ്, ഇവരൊക്കെയാണ് എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തയ്യാറാക്കിയത്. 89 കാലഘട്ടം. 1988 സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നീട് ബൈബിൾ കോളേജിൽ പോയി പഠിക്കുകയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിയുകയും ചെയ്തു. ജോലി വിട്ടു. ആദ്യം ഞാൻ ജോലിയോടുകൂടിയാണ് സുവിശേഷ വേല ചെയ്തത്. പിന്നീട് ഞാൻ ജോലി വിട്ടു പൂർണ്ണസമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞു. പഠനത്തിന് വേണ്ടി പോകണമായിരുന്നു. അങ്ങനെ പഠനത്തിന് വേണ്ടി പോയി. മഞ്ഞാടിയിൽ KP യോഹന്നാൻ്റെ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു. അതിനുശേഷം അതിനൊക്കെ പോകേണ്ടതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റുകയില്ലായിരുന്നു. അങ്ങനെ പഠിച്ചിട്ട് തിരിച്ചു വന്നിട്ട് വടക്കേണ്ടിയിൽ വർക്ക് ചെയ്തു. ഡൽഹിയിലാണോ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ഡൽഹിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പിന്നീട് മിക്കവാറും വടക്കേണ്ടിയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ പോയി പ്രവർത്തിക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായി. 1993 എൻ്റെ വിവാഹം നടക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ മധ്യപ്രദേശിൽ നീമച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത്. അവിടെ താമസിച്ചൊരു വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ളൊരു പ്രദേശത്താണ് പ്രവർത്തനത്തിന് വേണ്ടി പോയത്. ഡോക്ടർ P. ജോറീസാണ് ആ പ്രവർത്തനത്തിന് ഞങ്ങളെ അവിടെ നിയോഗിച്ചത്. 2 കുഞ്ഞുങ്ങൾ അവിടെ വെച്ച് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ആദ്യം ഉണ്ടായ 2 കുട്ടികൾ. അടുത്ത ആശുപത്രികളോ മറ്റു കാര്യങ്ങളോ സംവിധാനങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 2 കുട്ടികൾ അവിടെ വെച്ച് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഡൽഹിയിലേക്ക് വരാൻ ഇടയായിത്തീർന്നത്. അങ്ങനെ ഡൽഹിയിൽ വന്നിട്ട് ഡൽഹിയിൽ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. ഡൽഹിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഞങ്ങൾ താമസിച്ചു. ഇത് എനിക്ക് 8ാമത്തെ വീടായത്. 8ാമത്തെ വീട്. ഓരോ സ്ഥലങ്ങളിലും മാറി താമസിച്ചു. കുഞ്ഞുങ്ങളുടെ പഠനം ഒക്കെ ആ സമയങ്ങളിൽ ആദ്യകാലങ്ങളിൽ എൻ്റെ മോൾ 1ാം ക്ലാസ് മുതൽ
10ാം ക്ലാസ് വരെ 5 സ്കൂളുകളിലാണ് പഠിച്ചത്. ഓരോ സ്കൂളിൽ പഠിച്ച് 1 വർഷം പഠിക്കുമ്പം ഫീസിൻ്റെ പ്രശ്നം വരും, ഫീസ് പെൻഡിങ് വരും, അത് കൊടുക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ആ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടും. വേറെ വരുമാനങ്ങളൊന്നുമില്ല, മറ്റു വരുമാനങ്ങളൊന്നുമില്ല. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിറങ്ങി. മറ്റു വരുമാനങ്ങളൊന്നുമില്ല. ജോലി വിട്ടു. സഭ ഹിന്ദിക്കാരുടെ ഇടയിലെ പ്രവർത്തനമായതുകൊണ്ട് നമുക്കറിയാം, ഹിന്ദിക്കാരുടെ വരുമാനം കൊണ്ട് നമുക്കൊരു കുടുംബമോ താമസിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ചെറിയ ചെറിയ ജോലികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ ചെയ്തു. ടാക്സി പോലും ഓടിച്ചു, കുടുംബം പുലർത്താനുള്ള കാരണങ്ങൾ കൊണ്ട് ടാക്സി പോലും ഓടിച്ചു. അങ്ങനെയൊക്കെ ഇവിടെ വരെ എത്തി. അതൊക്കെയാണ് പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നത്. ചർച്ചകൾ എന്നിട്ട് സ്ഥാപിച്ചു. ചർച്ചകൾ ധാരാളം ഇതിനിടയ്ക്ക് അത് ഓരോ ഓർഗനൈസേഷനോട് ചേർന്ന്. അതെ, പ്രധാനപ്പെട്ട ഡോക്ടർ പി ജി വർഗീസിൻ്റെ പ്രസ്ഥാനത്തോട് ചേർന്നാണ് ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചത്. അപ്പം പത്താംകോട്ട് മുതൽ ആന്ധ്രാപ്രദേശ് വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യുകയും താമസിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. മലേറിയയും മഞ്ഞപ്പിത്തവും ഒക്കെ ബാധിച്ച് പല സ്ഥലങ്ങളിൽ മരണത്തിൻ്റെ അടുത്ത് വരെ എത്തുന്ന സാഹചര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം കർത്താവ് ആരോഗ്യം തന്നു, ദീർഘായുസ് തന്നു, ബലം തന്നു. പിന്നെ ഞങ്ങൾ ഡൽഹിയിലേക്ക് 1993 മുതൽ ഡൽഹിയിൽ വന്ന് മാറി താമസിക്കാനായിട്ട് 1995 മുതൽ ഡൽഹിയിൽ താമസിച്ചു. ഇപ്പോൾ ഡൽഹിയിൽ താമസിച്ചാണ് ഈ സ്ഥലത്ത് ഞാൻ 2001 വരുന്നത്. അന്ന് ഞങ്ങൾക്ക് ഇവിടെ സഭകളോ പ്രവർത്തനങ്ങളോ ഒന്നുമില്ല. ഇവിടെ താമസിച്ച് 2001 ഇവിടെ വന്ന് ഇവിടെ താമസിച്ചാണ് ഈ പ്രവർത്തനം ആരംഭിക്കുവാനിടയായത്. 2001 അന്നേരം സ്വതന്ത്രമായി പ്രവർത്തിക്കുകയായിരുന്നു. ഇവിടെ പ്രവർത്തനം തുടങ്ങി ഹിന്ദിക്കാരുടെ ഇടയിലാണ്. ഈ പ്രവർത്തിച്ച കാലയളവുകളിൽ മുഴുവൻ ഹിന്ദിക്കാരുടെ ഇടയിലാണ് പ്രവർത്തിച്ച. മലയാളികളുടെ ഇടയിലുള്ള പ്രവർത്തനം ആദ്യം തൊട്ടേ ഞാൻ ചെയ്തിരുന്നില്ല. ഹിന്ദിക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കണമെന്നുള്ളൊരു താല്പര്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം ഞാൻ കേരളത്തിൽ നിന്ന് വന്ന് വടക്കേന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സ്ഥിതിവിശേഷം കണ്ടപ്പോൾ ഒരു വലിയ ആത്മഭാരം എനിക്ക് തോന്നി. കാരണം ഇവിടെ നമുക്ക് കേരളത്തിൽ യാത്ര ചെയ്താൽ ചർച്ചുകൾ കാണാൻ പറ്റും, വിശ്വാസികളെ കാണാൻ പറ്റും, പള്ളികൾ കാണാൻ പറ്റും, കൂട്ടായ്മകൾ ധാരാളമുണ്ട്, ദൈവദാസന്മാർ ധാരാളമുണ്ട്. പക്ഷേ ഈ വടക്കേന്ത്യയിൽ വന്നപ്പോൾ നമ്മൾ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാൽ പോലും ഒരു വിശ്വാസിയെ പോലും കാണാനില്ല, ഒരു ക്രിസ്ത്യാനിയെ കാണാനില്ല, ഒരു പള്ളി കാണാനില്ല. അപ്പോൾ അതൊക്കെ എന്നെ വളരെ, എൻ്റെ ഹൃദയത്തെ വളരെ 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 ആകർഷിച്ചു. ഇവിടെയൊന്നും സുവിശേഷം എത്തിയിട്ടില്ലല്ലോ, ഒരു പള്ളികൾ കാണാനില്ല, ഒരു പള്ളി കാണാനില്ല, അങ്ങനൊരു സാഹചര്യം ഇവിടെയൊന്നും ഇല്ലല്ലോ എന്നോർത്ത് ഞാൻ കർത്താവിനോട് വളരെ പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒരു ആത്മഭാരം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുകയും ചെയ്തിട്ടാണ് വടക്കേന്ത്യയിലെ പ്രവർത്തനത്തിനും എനിക്ക് വലിയൊരു താല്പര്യം ഉണ്ടാകുന്നത്. അങ്ങനെ ആ കാലങ്ങളിൽ പോവുകയും നമ്മൾ വീടാന്തരം കയറി ഇറങ്ങുകയും കവലപ്രസംഗങ്ങൾ നടക്കുകയും ട്രാക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ധാരാളം ആളുകൾ വിശ്വാസത്തിലുണ്ട്. ആ കാലത്ത് ഇവിടെ അങ്ങനെ കവലപ്രസംഗങ്ങളും ട്രാക്ട് കൊടുപ്പൊക്കെ നടക്കും. തീർച്ചയായിട്ടും അന്ന് കവലപ്രസംഗങ്ങൾ അന്ന് നടക്കുമായിരുന്നു. ഹിന്ദിയിൽ നമുക്കറിയാവുന്ന ഭാഷയിൽ നമ്മൾ ഹിന്ദിയിൽ പ്രസംഗിക്കുമായിരുന്നു, ട്രാക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു, വീടുകൾ കയറി ഇറങ്ങുമായിരുന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, ആളുകൾ ഇന്നും ആവശ്യക്കാരാണ്, നീഡിയ ആളുകൾ ഇന്നും ഈ സുവിശേഷ വിരോധം വടക്കേന്ത്യയിലെ ആളുകളിൽ ഉണ്ടെങ്കിൽ പോലും അത് കുറച്ച് ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ. അവരുടെ ഹൃദയത്തിൽ എവിടെയോ ഒരു നീടുണ്ട്, ആവശ്യങ്ങളുണ്ട്. അവരെല്ലാം തകർന്ന മനസ്സുകൾക്ക് ഉടമകളാണ്. അവർ പണക്കാരായിരിക്കാം, അവർ മതവിശ്വാസികളായിരിക്കാം, പക്ഷേ അവരിലൊക്കെ ഒരു ശൂന്യതയുണ്ട്. അത് യേശുക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ നടക്കൂ. ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാണ്. ഏത് ആളുകളുടെ അടുത്ത് ചെന്നാലും അവരെ പൊതിഞ്ഞാണ് കാര്യങ്ങൾ പറയുന്നത്, പക്ഷെ അവരുടെ അകത്തൊരു ആവശ്യം മറഞ്ഞു കിടപ്പുണ്ട്. അത് യേശുവിനെ കൊണ്ട് മാത്രമേ പരിഹരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാണ്. അത് സുവിശേഷീകരണത്തിന് പല സ്ഥലങ്ങളിലും മുതൽക്കൂട്ടായിട്ടുണ്ട്, വാതിൽ തുറന്നു കിട്ടിയിട്ടുണ്ട്. അനേക ആളുകൾ വിശ്വാസത്തിലേക്ക് വരാൻ അത് കാരണമായി തീർന്നിട്ടുണ്ട്. അങ്ങനെ ധാരാളം സഭകൾ വടക്കേന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഒറീസയിലും ആന്ധ്രാപ്രദേശിലും പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ പോവുകയും അറിയാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പോയി 2-3 ദിവസം താമസിച്ച് സുവിശേഷ പ്രവർത്തനം നടത്തി നമ്മൾ മടങ്ങി വരും. അങ്ങനെ സുവിശേഷ പ്രവർത്തനം അന്നും ഇന്നും നമ്മളത് ചെയ്തു വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെയാണ് മെയിനായിട്ട് സഭയുള്ളത്. ഇപ്പോൾ 2001 മുതൽ ഞാനിവിടെ താമസിക്കുന്നു. ഇവിടെ നമുക്ക് സഭയുണ്ട്. ഹിന്ദിക്കാർ മാത്രം കൂടി, ഹിന്ദിക്കാരും സർദാർമാർ തദ്ദേശീയരായിരിക്കുന്ന ആളുകൾ കൂടി വരുന്നൊരു സഭ നമുക്കിപ്പോൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ യാത്ര ചെയ്ത് അടുത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ യാത്ര ചെയ്ത് നമ്മൾ സുവിശേഷം പറയുകയും അനേകരോട് സുവിശേഷം പറയുകയും
സുവിശേഷത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരികയും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സുവിശേഷീകരണത്തോടുള്ളൊരു വാഞ്ച കാരണം ജോലി വിട്ടത്. തീർച്ചയായിട്ടും. അല്ലെ നമുക്ക് ജോലി ചെയ്ത് ഒരു സാധാരണ ഒരു കുടുംബജീവിതം ഇവിടെ കെട്ടിപ്പടുക്കായിരുന്നു. തീർച്ചയായിട്ടും. ജോലിക്ക് അന്ന് നല്ല സ്കോപ്പ് ഉണ്ടായിരുന്നു. 3 സർക്കാർ ജോലി എനിക്ക് ഒരുമിച്ച് കിട്ടി. ഇന്റർനാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ എനിക്ക് ജോലി കിട്ടി, റെയിൽവേയിൽ എനിക്ക് ജോലി കിട്ടി, അതുപോലെ തന്നെ നാട്ടിലാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി. നല്ല നല്ല കമ്പനികളിൽ നല്ല ജോലികളും സർക്കാർ ജോലികളും ഒക്കെ എനിക്ക് കിട്ടി. ഞാൻ ഇന്റർനാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. നല്ല ജോലിയായിരുന്നു, നല്ല ശമ്പളമായിരുന്നു. പക്ഷേ എഞ്ചിനീയർ ആയിരുന്നു നമ്മൾ. അതെ അതെ അതെ. സാധാരണ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, തൊഴിലൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ സുവിശേഷം പറയാനായിട്ട് ബൈബിൾ കോളേജ് പഠിച്ചിറങ്ങുന്നതാണ് എന്നുള്ള ഒരു ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ വില കുറച്ച് കാണുന്ന ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഒരു ചിന്തകളുണ്ട്. പക്ഷെ നമ്മളൊരു ജോലിയും നമുക്ക് മാന്യമായ ഒരു വരുമാന മാർഗവും ജീവിക്കാൻ സാഹചര്യം ഉണ്ടാകും വിട്ടെറിഞ്ഞിട്ടാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പണത്തോടെ ഇറങ്ങി തിരിച്ചത്. ജോലിക്ക് നല്ല സ്കോപ്പ് ഉണ്ടായിരുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഞാൻ കൊട്ടാരി അസോസിയേറ്റ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. കൊട്ടാരി അസോസിയേറ്റ്സ് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇപ്പോഴത്തെ മെട്രോ ശ്രീധരൻ ഞങ്ങളെ വന്ന് ഇൻ്റർവ്യൂ എടുത്തിട്ട് റെയിൽവേയിലേക്ക് റിക്രൂട്ട് ചെയ്ത ആളാണ്. അപ്പോൾ അന്ന് ജോലിക്ക് നല്ല സ്കോപ്പ് ഉണ്ടായിരുന്നു, പൈസയും കിട്ടുമായിരുന്നു. ജോലി ഉള്ളപ്പോഴാണ് വിവാഹം കഴിക്കുന്നത്? അല്ലല്ല, ജോലി വിട്ട് ഞാൻ 93-ലാണ് വിവാഹം കഴിക്കുന്നത്. ഞാൻ ഇവിടുന്ന് 1988 മുതൽ 93 വരെ ഡൽഹിയിൽ ആശ്രമം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പ്രവർത്തിച്ചു. അതിനുശേഷമാണ് വിവാഹം കഴിച്ചത്. അപ്പം ജോലിയൊന്നും ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്? തീർച്ചയായിട്ടും. ഞാനത് ആദ്യമേ പറഞ്ഞു, ജോലിയില്ല. അപ്പം എൻ്റെ പപ്പയുടെ അനിയൻ അടുത്തിരുന്ന് പറഞ്ഞു, ജോലിക്കാണ് വിട്ടത്, പക്ഷെ ജോലി വിട്ടിട്ട് അവന് സുവിശേഷ വേലയ്ക്ക് പോയി എന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ ഈ പ്രിയപ്പെട്ടവളെ അപ്പം സമർപ്പണത്തോടെ എനിക്ക് സമ്മതമാണ്. എന്തായാലും ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് ഒരു ഉത്തരവും പറഞ്ഞില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ വടക്കണ്ടിയിൽ സുവിശേഷ വേലക്കാരനാണ്, ജോലി വിട്ട് സുവിശേഷ വേല ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞു. പുള്ളിക്ക് അതൊരു വലിയ സമർപ്പണം ഉണ്ടായിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ആ വിവാഹത്തിന് കഴിഞ്ഞിട്ട് എനിക്ക് മധ്യപ്രദേശിലേക്കാണ് വരേണ്ടിയിരുന്നത്. ആ കാര്യവും പറഞ്ഞു. വിവാഹം കഴിച്ചിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മധ്യപ്രദേശിൽ വരികയും ചെയ്തു. അതെ, പുള്ളിയും ഈ സാഹചര്യങ്ങളോട് അങ്ങ് ഇണങ്ങി ചേർന്നു. ആ സാഹചര്യങ്ങളോട് അങ്ങ് ഇണങ്ങി. പുള്ളിക്കാരത്തി ഒരു ടീച്ചറായിരുന്നു, സ്കൂളിലെ അധ്യാപികയായിരുന്നു. അദ്ദേഹം അത് റിസൈൻ ചെയ്ത് സുവിശേഷ വേലയോട് ഇണങ്ങിച്ചേർന്നു. ഞങ്ങൾ മധ്യപ്രദേശിൽ വന്നു. ഭാഷ അറിയത്തില്ല, താമസിക്കാൻ സൗകര്യമില്ല, അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടുകൾ ആ സ്ഥലത്തുണ്ട്. കുടിക്കാൻ വെള്ളമില്ല. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഉപ്പുവെള്ളമാണ് കിട്ടുന്നത്. ഉപ്പുവെള്ളം കിട്ടുന്നു. ആ സമയത്ത് സഹോദരി പ്രഗ്നൻ്റായിട്ട് അതൊരു വലിയ എന്ന് പറഞ്ഞാൽ അടുത്തെങ്ങും അവിടെ ഹോസ്പിറ്റലുകളില്ല. പുള്ളിക്കാരത്തെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാനോ ഒക്കെ ഉള്ളൊരു സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഞാൻ മൺസൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ പുള്ളിക്കാരത്തേക്ക് പെയിൻ തുടങ്ങിയിട്ട് വീട്ടിൽ കിടന്ന് ഏകദേശം പ്രസവിച്ചു എന്ന് പറയാം. കുട്ടിയുടെ കുറച്ച് ഭാഗം പുറത്തേക്ക് വന്നു. പിറ്റേ ദിവസം രാവിലെയാണ് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പറ്റുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ റിക്ഷയിൽ കയറ്റി പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് കുട്ടി മരിച്ചു പോയി. അപ്പം അങ്ങനെ ആദ്യത്തെ കുട്ടി മരിച്ചു പോകുന്നത്. പിന്നെ അവിടെ ഞങ്ങൾ താമസിച്ചു. മധ്യപ്രദേശിൽ തന്നെ കർത്താവിൻ്റെ വേല ചെയ്തു. ഈ പ്രതിസന്ധി ഉണ്ടായിട്ട് നമ്മൾ കർത്താവിനെ അവിടെ ആശ്രയിച്ച് തീർച്ചയായിട്ടും അവിടുന്ന്, കാരണം നമുക്ക് നമ്മുടെ മുമ്പിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. അവിടെ മലയാളികളില്ല ആ സ്ഥലങ്ങളിലൊന്നും. ആ സ്ഥലങ്ങളിൽ മലയാളികൾ വളരെ ദൂരം പോകണം, മലയാളികൾ അടുത്തുണ്ടെങ്കിൽ പോലും. ആ പ്രതിസന്ധികളിൽ കർത്താവിനെ വിളിച്ചു നിന്നു. കർത്താവ് നമ്മളെ സഹായിച്ചു, കൈവിട്ടില്ല, തളർന്നു പോയില്ല. സഹോദരി മരിച്ചു പോകുമെന്നുള്ളൊരു സാഹചര്യം ആ സമയത്ത് വന്നിരുന്നു. ഡോക്ടർ ഒരു ചെറിയ സൂചന നമുക്ക് തന്നിരുന്നു. പക്ഷേ അത് ആ പ്രതിസന്ധികളെല്ലാം മറികടക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. അവിടെ വെച്ച് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് രണ്ടാമതും പ്രഗ്നൻ്റ് ആകുന്നത്. അതിനുശേഷം ആ രണ്ടാമത്തെ കുട്ടിയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ഡൽഹി വന്നപ്പോഴും ആ കുട്ടി മരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി. പിന്നീട് ഡോക്ടർ PP ജോബിൻ്റെ വൈഫ് ഞങ്ങളോട് പറഞ്ഞു, ഇനി കുട്ടികളുണ്ടാകാൻ സാധ്യതയില്ല, കോംപ്ലിക്കേഷൻസ് ധാരാളമുണ്ട്, ഇനി കുട്ടികളുണ്ടാകരുത്. കുട്ടികളുണ്ടായാൽ സഹോദരി ജീവനോടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അന്ന് ഡോക്ടർ മേരി ജോബ് ഞങ്ങളോട് പറഞ്ഞിരുന്നു. എങ്കിലും ഞങ്ങൾ വിശ്വസിച്ചു, ദൈവത്തെ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. കർത്താവ് കരുണ ചെയ്തു. ഇപ്പം 2 കുട്ടികളെ കൂടെ ദൈവം തന്നു. സ്തോത്രം. ഒരു ആൺകുട്ടിയും മൂത്ത ഒരു പെൺകുട്ടിയും ഇളയത് ആൺകുട്ടിയും. 2 കുട്ടികളെ ദൈവം തന്നു.
ഇപ്പം 4 കുട്ടികൾ ഞങ്ങൾക്കുണ്ട്. 2 പേര് നേരത്തെ അവിടെ എത്തി, സ്വർഗത്തില്. 2 പേര് ഇവിടെ ഉണ്ട്. ആമേൻ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. മൂത്തയാള് നേഴ്സിംഗ് കഴിഞ്ഞു, വിവാഹിതയായി, അവര് കുടുംബമായി താമസിക്കും. ഈ രണ്ടാമത്തെ ഇളയ മോനെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങായിട്ട് വളരെ സഹായമാണ്. വർഷിപ്പ് ലീഡറായിട്ട് എന്നോടുകൂടെ കർത്താവിൻ്റെ വലിയ സഹായിക്കും. സ്തോത്രം. അപ്പോൾ ഈ വിശ്വാസ ജീവിതത്തിലോട്ട് വന്നത് ഒരു പട്ടുമെത്തയുടെ അനുഭവങ്ങളല്ലായിരുന്നു. വളരെ വേദനയും പ്രതിസന്ധിയും ദാരിദ്ര്യവും ഞെരുക്കവും അല്ലേ, വേർപാടും അല്ലേ. സുവിശേഷവേല, വടക്കേന്ത്യയിലെ സുവിശേഷവേല ഇത്രയും കഠിനമാണെന്ന് ആദ്യകാലങ്ങളിൽ അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഞാൻ സുവിശേഷവേലയിലേക്ക് വന്ന ആദ്യ ദിവസം തന്നെ ആ കാഠിന്യത്തിൻ്റെ പാരമ്യതയിലേക്ക് തന്നെ ആദ്യം പോയത്. തീച്ചുളയിൽ തന്നെ വീഴുക. അതെ. ആ കാഠിന്യതയുടെ എത്രത്തോളം തീഷ്ണത അനുഭവിക്കാവോ അതെല്ലാം നമ്മൾ ഈ വടക്കേന്ത്യയിൽ അനുഭവിച്ചു. ഉപദ്രവങ്ങളോ അങ്ങനെ വല്ല പ്രതിസന്ധികളൊക്കെ? ഉപദ്രവങ്ങൾ പല പ്രാവശ്യം സംഭവിച്ചു. ഉത്തർപ്രദേശിൽ കിലാപരീക്ഷിത് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ അന്ന് ഈ ഫിലിം കാണിക്കും, ഞങ്ങൾ ജീസസ് ഫിലിം കാണിക്കും. അപ്പോൾ ആ ജീസസ് ഫിലിം കാണിച്ചിട്ട് ഞങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോൾ റോഡിൽ കരിമ്പും കാടാണ്, 2 സൈഡിലും കരിമ്പും കാട്, അതിൻ്റെ നടുവിൽ കൂടെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോൾ റോഡിൽ ആളുകൾ നിന്നിട്ട് ഞങ്ങളെ ഉപദ്രവിച്ചു, വടിയെടുത്ത് ഞങ്ങളെ ഞങ്ങളുടെ ഈ പ്രൊജക്ടർ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. ഞങ്ങളെ കണ്ടമാനം അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിനി ഞങ്ങൾ പോയ വില്ലേജിലെ ആളുകൾ ഇതെങ്ങനെയോ അറിഞ്ഞിട്ട് അവർ ഓടി വന്നിട്ട് ഞങ്ങളെ അങ്ങ് സഹായിക്കുക ചെയ്ത്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാണൻ രക്ഷപ്പെട്ടു. പക്ഷെ ഞങ്ങളെ അത് ഏത് കാലഘട്ടമാണ്? അത് 1990 കാലം. അന്നും ഉണ്ട് ഈ പ്രശ്നങ്ങൾ. അതെ, അന്നും ഉണ്ടായിരുന്നു. അത് ആ വില്ലേജിൽ ഇന്നുള്ളതിന്റെ പോലെ തന്നെ അന്നും എതിർപ്പുകൾ അന്നുണ്ട്. എതിർപ്പുകൾ പക്ഷെ ഇന്നത്തെ പോലെ വ്യാപകമല്ലായിരുന്നു. ഇന്നിപ്പോ ഒരു ഉപദ്രവം ഉണ്ടായ പെട്ടെന്ന് ആളുകൾ സോഷ്യൽ മീഡിയ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് അവരുടെ ഇടയിൽ പറഞ്ഞ് പെട്ടെന്ന് അത് വ്യാപകമാണ്. അന്ന് തല്ലിക്കൊന്ന അന്ന് ഞങ്ങളെ കരിമ്പും കാട്ടി ഇട്ട് തട്ടിയാലും ആരും അറിയില്ല. പക്ഷെ അതെങ്ങനെയോ ഞങ്ങൾ പോയ വില്ലേജിലെ ആളുകൾ ഈ കാര്യം അറിഞ്ഞിട്ട് അവർ വന്ന് ഞങ്ങളെ സഹായിച്ചിട്ട് ഞങ്ങൾ പിന്നീട് അവിടെ ഒരു ദിവസം കൂടി ഞങ്ങൾ അവിടെ താമസിച്ചിട്ട് പിന്നെ അവർ ഞങ്ങളെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വിട്ട് ഞങ്ങൾ തിരിച്ച് ഡൽഹിയിൽ വരികയാണ് ചെയ്തത്. പിന്നെ നമുക്ക് ഉപദ്രവം ഉണ്ടായത് എനിക്ക് ഡൽഹിയിൽ വെച്ച ഉപദ്രവം ഉണ്ടായത്. ഡൽഹി വെച്ച് ഒരിക്കലൊരു സഹായം നടത്താനായിട്ട് ഞാൻ വരുന്ന സമയത്ത് വീട്ടുടമസ്ഥൻ എന്നെ പിടിച്ച് ഒരു മുറിക്കകത്തിട്ട് കൊണ്ടുപോയി എന്നോട് ഉപദ്രവിക്കുക ചെയ്തു. ഒന്നും പറയുന്നില്ല. നമ്മൾ വാടകയ്ക്കെടുത്ത ചർച്ച് വാടകയ്ക്കെടുത്തി ആ സ്ഥലത്തിൻ്റെ അതിൻ്റെ ഉടമസ്ഥൻ ഒരു മുറിക്കകത്ത് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഇരുന്നു. അദ്ദേഹത്തിന് ഒരു കാലില്ലാത്തൊരു വ്യക്തിയാണ്, വടിയേൽ കുത്തി നടക്കുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തി എന്നെ അദ്ദേഹത്തിൻ്റെ മോനും കൂടെ കൂടി എന്നെ ശരീരത്തിൽ ഇനി അടി കൊള്ളാത്ത സ്ഥലമില്ല, അതുപോലെ എന്നെ അടിച്ചു. എൻ്റെ ഒരു കണ്ണ് പുറത്തു വന്നു. ഇപ്പോഴും എൻ്റെ ഒരു കണ്ണ് കാഴ്ച അല്പം കുറവാണ്, 50% കാഴ്ച എനിക്ക് ഒരു കണ്ണിനുള്ളൂ. ഈ കണ്ണ് പുറത്തു വന്നു. അപ്പോൾ അങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് പിന്നെ അദ്ദേഹം മുറിക്ക് പുറത്താക്കി. പിന്നെ ഞാൻ ആശുപത്രി വന്നിട്ട് കണ്ണ് വെച്ച് കെട്ടി കുറച്ച് നാളിരുന്നു. അങ്ങനെ സുഖം പ്രാപിച്ചു. ആ മനുഷ്യൻ 2 കിഡ്നിയും ഫെയിലായിട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷം, ഈ സംഭവം നടന്നിട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷം 2 കിഡ്നിയും ഫെയിലായിട്ട് കട്ടിലേക്ക് കിടക്കുമ്പോൾ അദ്ദേഹം മരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ മരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ആളിനെ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു അവനെ വിളിച്ചോണ്ട് പോവാ, എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോവുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അന്ന് രാത്രി അദ്ദേഹം മരണമടയുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സ്തോത്രം. അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ഇവിടെ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. അത് സംഭവിക്കുന്നത് 95 കാലയളവിലാണ്. നമ്മൾ 2001 ഇവിടെ തുടങ്ങുന്നത്. 2001 ഇവിടെ തുടങ്ങുന്നത്. ഈ ആദ്യ സമയങ്ങളിൽ അങ്ങനെ വലിയ സപ്പോർട്ടുകളൊന്നും തരാനായിട്ടൊന്നും ആരും ഇല്ല. നമ്മൾ ഈ സപ്പോർട്ടുകൾ അങ്ങനെ തന്നിട്ടില്ല. സപ്പോർട്ടുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടുമില്ല. അന്നും ഇന്നും അങ്ങനെ വലിയ വെയിൻ സപ്പോർട്ടുകളൊന്നും പറയാനില്ല. അങ്ങനെ ഒരു സപ്പോർട്ടുകൾ ആരും അങ്ങനെ തന്നിട്ടില്ല. കർത്താവ് കരുതി കാരണം നമുക്ക് എന്താ പറയുക, ഭക്ഷണം കഴിക്കാന്ന് പറയുന്ന ദിവസം ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് വളരെ വിരളമായ ഒരു കാര്യമാണ്. ഒരു ദിവസം ഒരു നേരമൊക്കെ ആഹാരം കഴിക്കുന്ന ഒരു സമ്പ്രദായം ആദ്യകാലങ്ങളിലുണ്ടായിരുന്നത്.
എന്നോട് മുമ്പേ പറഞ്ഞാലും നല്ല ആഹാരങ്ങളൊക്കെ അന്ന് കേട്ടിട്ട് പോലും ഇല്ല. അതെ, നല്ല ആഹാരങ്ങളൊക്കെ നമുക്ക് സ്വപ്നമാണ്. നമ്മളങ്ങനെ നല്ല ആഹാരങ്ങളൊന്നും അങ്ങനെയൊന്നും ആഗ്രഹിക്കാൻ പോലും നമുക്ക് അന്നത്തെ കാലത്ത് സാധ്യമല്ല. ഒരു ദിവസം ഒരു നേരം ആഹാരം കഴിക്കുക, പിന്നെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവർ തരുന്ന ചപ്പാത്തിയും പരിപ്പ് കറിയൊക്കെ കൂട്ടി ആഹാരം കഴിക്കുക, അതൊക്കെയായിരുന്നു ആദ്യകാലങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ യാത്രയാണ്, സൈക്കിള് പോലും ഇല്ലാതെ നമ്മളിങ്ങനെ ഈ ഡൽഹിയിൽ കൂടെയൊക്കെ പല സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുക. നമുക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, നടപ്പാ. ഈ വടക്കൻഡിൽ മുഴുവൻ എവിടെ പോയാലും ഈ തണുപ്പും ചൂടും സഹിച്ച് യാത്ര ചെയ്യുക. എന്നോട് പറഞ്ഞു ഇന്നത്തെക്കാലം അന്ന് തണുപ്പ് കൂടുതൽ. ആ തണുപ്പത്ത് ആ കാലങ്ങളിൽ നമുക്ക് ഉടുപ്പില്ല, നമുക്ക് തണുപ്പിനെ അതിജീവിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ കയ്യിലില്ല. ഇവിടെ വടക്കേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്നവർക്കറിയാം, തണുപ്പ് കൂടിയാൽ ഭയങ്കരമായിട്ട് തണുപ്പും ചൂട് കൂടിയാൽ ഭയങ്കരമായിട്ട് ചൂടുക. അപ്പം നമുക്കൊരു ഫാൻ കൊണ്ടൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഒരു ഫാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ചൂടിനെ അതിജീവിക്കാൻ പറ്റത്തില്ല, കാരണം ഫാൻ കറങ്ങുമ്പോൾ ചൂട് കാറ്റാണ്. അപ്പം ഞങ്ങൾ സാധാരണഗതിയിൽ വീടിൻ്റെ മുകളിൽ പോയി കിടന്നാണ് ഉറങ്ങുന്നത്. പക്ഷേ പല സ്ഥലങ്ങളിലും ഞങ്ങൾ താമസിച്ച സ്ഥലങ്ങളിൽ രാത്രി കുരങ്ങൻ്റെ ഉപദ്രവമുണ്ട്. അതുകൊണ്ട് വീടിൻ്റെ മുകളിൽ കിടന്നുറങ്ങാനൊക്കത്തില്ല. അതുപോലെ തന്നെ കൊതുക്, ഭയങ്കരമായ കൊതുകുണ്ട്. അപ്പോൾ ഈ കിടന്നുറങ്ങാനൊക്കത്തില്ല. പിന്നെ എവിടെയെങ്കിലുമൊക്കെ രാത്രിയിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ട് പോവുക എന്നുള്ള ഒരു രീതി ആദ്യകാലങ്ങളുണ്ടായിരുന്നു. തണുപ്പ് കാലമാണെങ്കിലും നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞാൽ ഈ തണുപ്പത്തിനെ അതിജീവിക്കാനുള്ള സൗകര്യങ്ങൾ നമുക്കില്ല. നല്ലപോലെ പുതപ്പുകളോ ഇന്നറുകളോ ഒന്നും നമുക്കില്ല. അപ്പം തണുപ്പൊക്കെ വരുന്ന കാലത്ത് നമുക്ക് അതിഭീകരതയോടുകൂടിയാണ് നമ്മളതിനെ കാണുന്നത്. അങ്ങനെയാണ് ആദ്യകാല ജീവിതങ്ങളൊക്കെ സുവിശേഷ പ്രവർത്തനം മുമ്പോട്ട് പോയത്. പ്രയാസം വിഷമൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും എപ്പോഴും ഇട്ടിട്ട് പോകണോ, നാട്ടിലോട്ട് പോകണമെന്നോ തിരിച്ച് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല ഇത് വിട്ടു പോകണം. കാരണം പപ്പ ഒരു സുവിശേഷകനായിരുന്നത് കൊണ്ട് എന്നോട് എപ്പോഴും ബലപ്പെടുത്തുമായിരുന്നു. എപ്പോഴും എനിക്ക് എഴുത്തെഴുതുമ്പം വിളിക്കാനൊന്നും ഫോൺ വിളിക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല, എഴുത്തെഴുതുക ഇല്ലൻ്റെ. അപ്പൊ അതിൽ എഴുത്തെഴുതി പറയും, കർത്താവ് നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു, എങ്ങനെയെങ്കിലും നിൽക്കണം, ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പ എനിക്ക് 50 രൂപയൊക്കെ അന്ന് മണി ഓർഡർ അയച്ചു തരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വലിയ ഒരു സഹായം എന്ന് പറയുന്നത്. പിന്നെ പച്ചക്കറിയൊക്കെ നമ്മൾ കഴിക്കുക എന്ന് പറയുന്നത്, ഈ പച്ചക്കറി കടകളുണ്ട് ഇവിടെ. അപ്പോൾ ഈ പച്ചക്കറി കടകൾ അടച്ച് കഴിയുമ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ അവർ ഉപേക്ഷിച്ച് പോകുന്ന പച്ചക്കറികളുണ്ട്. ഈ തക്കാളിക്കായും കേരള ഉരുളക്കിഴങ്ങും ഈ സാധനങ്ങൾ പച്ചക്കറികൾ അവർ കുറേയൊക്കെ കേടായതും ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോകും. അത് നമ്മൾ വാരിയെടുത്തോണ്ട് വരും. അത് വാരിയെടുത്തോണ്ട് വന്നിട്ട് അതിന്റെ നല്ല ഭാഗം മുറിച്ചെടുത്തിട്ട് നമ്മൾ ഭക്ഷണമാക്കി കഴിക്കും. അതായിരുന്നു നമ്മുടെ ആദ്യകാലങ്ങളിലെ ഭക്ഷണ രീതി. അങ്ങനെയാണ്. കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടി. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഈ മോളുണ്ടായി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ 1 മുതൽ 10 വരെയുള്ള 5 സ്കൂളുകളിലാണ് പഠിച്ചത്. അതെല്ലാം ആദ്യം കൊണ്ട് ചേർത്ത ഒരു നല്ല സ്കൂളിലായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ഒരു നല്ല സ്കൂളിലാണ് മോളെ കൊണ്ട് ആദ്യം ചേർത്തത്. പക്ഷെ അവിടെ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ട് വന്നിട്ട് പിന്നെ മോളെ ഇവിടെ ഈ വില്ലേജിൽ തന്നെ ഒരു സ്കൂളുണ്ടായിരുന്നു, ചെറിയൊരു വീട്ടിലുള്ളൊരു സ്കൂൾ, 5 വിദ്യാർത്ഥികൾ മാത്രമുള്ളൊരു സ്കൂളിൽ. അവിടെയാണ് പിന്നീട് അവള് പഠിച്ചത്. അങ്ങനെ പഠിച്ചു. അവിടെയും ആ സ്കൂൾ പിന്നീട് അത് അടച്ചുപോയി. പിന്നീട് ഞാൻ വേറെ സ്കൂളിൽ പോയി ചോദിച്ചു, അവിടെയും അവരെ ചേർത്തു. പക്ഷേ ഫീസ് കൊടുക്കേണ്ട ഒരു സമയം വരുമ്പോഴത്തേക്കും നമുക്കത് തുടരാനായിട്ട് ബുദ്ധിമുട്ട് വരും. കുറച്ച് 2-3 മാസത്തെ ഫീസ് പെൻഡിങ് വരുമ്പോൾ 1 മാസത്തെ ഫീസ് കൊണ്ട് കൊടുക്കും. പക്ഷെ അത് ദീർഘനാളുകൾ നമുക്ക് അങ്ങനെ ചെയ്തു പോകാൻ അവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് മാറേണ്ടി വരും. അങ്ങനെ മാറി ഏതാണ്ട് 7ാം ക്ലാസ് വന്നപ്പോഴത്തേക്കിന് ഇവിടെ അടുത്തൊരു സ്കൂൾ വന്നു. ആ സ്കൂളിൽ ഞാൻ പോയി ചോദിച്ചപ്പോൾ ആ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൾ ഒരു ക്രിസ്ത്യനായിരുന്നു. അപ്പോൾ അവർ എന്നെ സഹായിച്ചു. EWS എന്ന് പറയുന്ന ഒരു സിസ്റ്റം അനുസരിച്ച് സൗജന്യമായിട്ട് പഠിപ്പിച്ചു. അങ്ങനെ 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സൗജന്യമായിട്ട് പഠിക്കാനായിട്ട് ദൈവം വഴി തുറന്നു. അങ്ങനെയാണ് ആ സ്കൂളിൽ അവൾ 10ാം ക്ലാസ് വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. പഠിക്കാൻ 2 പേരും എടുക്കരായിരുന്നു, നന്നായി പഠിക്കുമായിരുന്നു. പക്ഷേ ഈ പഠനം ഇങ്ങനെ ശരിയായിട്ട് തുടർന്ന് മറ്റുള്ളവരുമായിട്ട് ഇവർ താരതമ്യം ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ എന്നോട് വീട്ടിൽ വന്ന് ചോദിക്കും, പപ്പാ ഞങ്ങൾക്ക് പഠിക്കാം, അവരെ പോലെ പഠിക്കാൻ പറ്റുന്നല്ലോ, അവരെ നല്ല സ്കൂളിൽ പഠിക്കുന്നു, അല്ലെ അവർ നന്നായിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ സർക്കാർ സ്കൂളിൽ കുട്ടികളെ വിട്ട് പഠിപ്പിച്ച് അവിടെ പഠനമൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ വീട്ടിലിരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളവരെ അങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിപ്പിച്ച് വന്നത്. അല്ല, പഠിക്കാൻ കുഞ്ഞുങ്ങളും മിടുക്കരായിരുന്നു. അവർ സ്വന്തമായിട്ട് ശ്രമിച്ചു. നന്നായി വിദ്യാഭ്യാസം ആ കാര്യങ്ങൾ കിട്ടാൻ ദൈവം ഇടയാക്കി. എങ്കിലും ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. അത് കഴിഞ്ഞ് പറഞ്ഞായിരുന്നല്ലോ, ഇടയ്ക്ക് പിന്നെ ദൈവാനുഗ്രഹിച്ച് പുറത്തൊക്കെ പോകാൻ പോയി കഷ്ടപ്പെട്ട കാര്യങ്ങൾ.
2001 ഞാൻ ഇവിടെ വന്നെന്ന് പറഞ്ഞല്ലോ. ഇവിടുന്ന് എൻ്റെ ചർച്ചിലെ ഒരു വിശ്വാസി അമേരിക്കയിൽ പോയായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നിട്ട് 1 വർഷം തികയുന്നതിന് മുൻപ് തന്നെ എന്നെ അദ്ദേഹം പറഞ്ഞ് അമേരിക്കയിൽ വരണമെന്ന് പറഞ്ഞ് ഞാൻ അമേരിക്കയിൽ പോയി. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കഷ്ടപ്പെടുന്ന അവസ്ഥകളും ഒക്കെ അദ്ദേഹത്തിന് ആദ്യം തൊട്ടേ അറിയാമായിരുന്നു. വളരെ വർഷങ്ങൾ തൊട്ട് എന്നെ അടുത്തറിയാവുന്ന ഒരാളാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം എന്നുള്ള താല്പര്യം കൊണ്ടാണ് അദ്ദേഹം എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്. വേറെ വലിയ ബന്ധങ്ങളൊന്നുമില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ ഈ ഹിന്ദിക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് വിദേശത്തൊന്നും നമ്മളെ അറിയാവുന്ന ആരുമില്ല. മലയാള നാട്ടുമായിട്ട് ബന്ധപ്പെട്ട ആരും തന്നെ മലയാളികൾ നമ്മുടെ ചർച്ച മലയാളികളില്ല. മലയാളികൾ വിദേശങ്ങളിൽ പോകുന്നുള്ളൂ. അവിടെ ചർച്ചസിൽ നിന്നൊന്നും നമ്മളെ അറിയുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പം വിദേശ രാജ്യങ്ങളിൽ പ്രോഗ്രാമോ യൂറോപ്പ് പ്രോഗ്രാമോ ഒന്നും നമുക്ക് അങ്ങനെ വരാനില്ല. നമുക്ക് അങ്ങനെ സാധ്യതകളില്ല. അപ്പം കേരളവുമായിട്ടുള്ള കണക്ഷനും നമുക്ക് വളരെ കുറവാണ്. ഇവിടെയും മലയാളികളായിട്ടില്ല. അപ്പൊ നമ്മള് അങ്ങനെ ഒരു മലയാള ലോകത്ത് നമ്മളെ അറിയുന്നില്ല. അതുകൊണ്ട് മീറ്റിങ്ങുകളും ഇല്ല, പുറത്തോട്ടുള്ള അപ്പം അങ്ങനെ അവിടെ ചെന്നു, അമേരിക്കയിൽ ചെന്നു. അവിടെ ചെന്ന് ചർച്ചകളിലൊന്നും മീറ്റിംഗ് കിട്ടിയില്ല. അതുകൊണ്ട് ഇങ്ങനെ 6 മാസത്തെ വിസ കിട്ടി. 6 മാസത്തോളം മീറ്റിംഗ് കിട്ടുന്നത് 4 മാസത്തിന് ശേഷമാണ്. ഞാൻ ചെല്ലുന്ന കഴിഞ്ഞിട്ട് 4 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ആദ്യത്തെ മീറ്റിംഗ് അവിടെ കിട്ടുന്നത്. 6 മാസം താമസിച്ചിട്ട് പിന്നെ ഞാൻ തിരിച്ചു പോന്നു. പിന്നീട് പല പ്രാവശ്യം വിസയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ അതുകൊണ്ട് പിന്നീട് രണ്ടാമത് പോകാനൊരു സാധ്യത എനിക്ക് ഉണ്ടായില്ല. അതാണ് നമ്മുടെ ഒരു യാത്ര. അതായിരുന്നു ആദ്യത്തെ ഒരു യാത്ര. ബന്ധങ്ങളുണ്ടെങ്കിൽ അവിടെ എവിടെയെല്ലാം പോയി പ്രസംഗിച്ച് ഈ ഇന്ത്യ വിട്ട് വിദേശ രാജ്യങ്ങളിൽ എവിടെ പോയാലും ബന്ധങ്ങൾ നമുക്ക് വേണം. ബന്ധങ്ങളില്ലെങ്കിൽ നമ്മളെ ആരും അറിയുന്നില്ലല്ലോ. നമ്മളിങ്ങനെ വടക്കേണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷകനാണെന്നുള്ള ഒരു ബോധ്യം ആർക്കും ഇല്ല. ഇന്നുള്ളത് പോലെ സോഷ്യൽ മീഡിയ അന്ന് വളരെ കുറവാണ്. ഇന്നാണെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ നമുക്ക് അറിയാൻ പറ്റും. അന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ കുറവാണ്. കൊറോണയ്ക്ക് ശേഷമാണല്ലോ കൂടുതൽ സോഷ്യൽ മീഡിയ പോപ്പുലർ ആയത്. അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെ ആരും അറിയുന്നില്ല. തിരിച്ചു വന്ന് ഇവിടെ വന്ന് നമ്മുടെ ബിൽഡിംഗ് ഇടിച്ചു കളയാൻ പോയപ്പോൾ മുതലാളി ഇത് എടുത്തോളാം. അതെ. അങ്ങനെ തിരിച്ച് ഇവിടെ വന്ന സമയത്ത് ഇത് ഞാൻ വാടകയ്ക്ക് വന്ന ഈ വീട്ടിൽ വാടകയ്ക്ക് വന്ന ഇവിടെ താമസിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ ധാരാളം ഹിന്ദിക്കാർ ഇവിടെ എപ്പോഴും വരും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഞായറാഴ്ച ആരാധനയ്ക്ക് മാത്രമല്ല, എപ്പോഴും ഹിന്ദിക്കാർ വരും. എപ്പോഴും ഈ വില്ലേജിലുള്ള ആളുകൾ പ്രാർത്ഥനയ്ക്കായിട്ടും കാര്യങ്ങൾ പറയാനായിട്ടും അല്ലെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നാലും ഹിന്ദിക്കാരെപ്പോഴും നമ്മളെ സന്ദർശിക്കാറുണ്ടായിരുന്നു. കാരണം നമ്മൾ പകലൊന്നും വെറുതെ ഇരിക്കത്തില്ല. പകൽ നമ്മൾ ഈ വീട് അന്ന് നമ്മൾ ഇറങ്ങി ഈ വില്ലേജുകൾ കൂടെ എല്ലാം യാത്ര ചെയ്ത് നമ്മൾ കാണുന്നവരോടൊക്കെ സുവിശേഷം പറയും. പാർക്കുകളിൽ പോയി അവിടെ ഇരിക്കുന്നവരോട് സുവിശേഷം പറയും, നടക്കുന്നവരോട് സുവിശേഷം പറയും. എതിർപ്പുകളെ ഒന്നും നമുക്ക് അത്ര വലിയ കൂടുതൽ നമ്മളിലേക്ക് വരാറില്ലായിരുന്നു. എല്ലായിടത്തും ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. കാരണം നമ്മൾ ബൈബിൾ സൊസൈറ്റി പോയി ട്രാക്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമ്മൾ ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. കാണുന്നവരോടെല്ലാം നമ്മൾ സുവിശേഷം പറയുമായിരുന്നു. നമ്മളെന്താ പറയുക, പേ പിടിച്ചതുപോലെ നമ്മൾ സുവിശേഷം ഓടി നടന്ന് സുവിശേഷം പറയുമായിരുന്നു. കാരണം അതായിരുന്നു നമ്മുടെ വലിയ ആഗ്രഹമായിരുന്നു. ആളുകളെ കാണുമ്പോൾ, കുറച്ച് ആളുകളെ കാണുമ്പോൾ നമ്മളിലോട്ടൊരു വലിയൊരു ആത്മഭാരം വരിക. ബസ് സ്റ്റോപ്പുകളിൽ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ പോലും നമുക്ക് വലിയ ആത്മഭാരമാണ്. കാരണം ഒരു ചർച്ചിൽ ഇരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ ഡൽഹിയിൽ ഒരു ബസ് സ്റ്റോപ്പിലുണ്ട്, ബസ് കാത്ത് നിൽക്കുക. അപ്പോൾ അവരെ കാണുമ്പോൾ നമുക്ക് വലിയ ആത്മഭാരമാണ്. ഇത്രയും പേര് ഒരുമിച്ച് നിൽക്കുന്നു. അപ്പം നമ്മൾ ഓർക്കും, ഇത്രയും പേര് നമ്മുടെ സഭയിൽ വന്ന് എത്ര നല്ലതായിരുന്നു. അപ്പം നമ്മൾ ഏതെങ്കിലും വിധത്തിൽ കാണുന്നവരോടൊക്കെ നമ്മൾ സുവിശേഷം പറയും, ട്രാക്ട് കൊടുക്കും. പ്രത്യേകിച്ച് ഇവിടുത്തെ ക്രിസ്മസ് സീസൺ എന്ന് പറയുന്നത് വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ള സമയമാണ്. എവിടെ നമുക്ക് ആരോടും സുവിശേഷം പറയാവുന്ന ഒരു പ്രത്യേക സമയമാണ് ക്രിസ്മസ്. നമ്മളത് ആഘോഷിക്കുന്നില്ലെങ്കിൽ അതൊരു ഇവിടെ വലിയ ഒരു അവസരമാണ്. കാരണം നമുക്കിവിടെ കരോൾ ഇറങ്ങാൻ ആണെങ്കിൽ പോലും ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു അവസരമാണ്. എല്ലാ ക്രിസ്മസിനും ഞങ്ങൾ ഈ കുത്തബിനാർ ഇവിടുന്ന് 1/2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ കുത്തബിനാറിൻ്റെ ഗേറ്റിൽ പോയി നിന്നുകൊണ്ട് അവിടെ വരുന്ന അന്ന് ധാരാളം ആളുകൾ അവധി ആയതുകൊണ്ട് ധാരാളം ആളുകൾ അത് കാണാനായിട്ട് വരും. അവരോടെല്ലാം നമ്മൾ സുവിശേഷം പറയും, ട്രാക്റ്റുകൾ കൊടുക്കും, പുതിയ നിയമം കൊടുക്കും. അതിൻ്റെ ഒരു കുറേ ഇമ്പാക്റ്റുകൾ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം അതിന് നമ്മൾ സീല് കുത്തി കൊടുക്കും. ആളുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് വരും, സഭകളിൽ വരും, എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് വരും. അങ്ങനെയാണ് ഈ സ്ഥലത്ത് ഇവിടെ നമ്മൾ സഭ ആരംഭിക്കാനിടയായത് ആ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇത് താമസിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇത് ഇടിക്കാനായിട്ട് ഓർഡർ ഇട്ടു. ഈ ഡൽഹി ഗവൺമെൻറ് ഇത് ഇടിക്കാനായിട്ട് ഓർഡർ ഇട്ടു. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് വന്നിട്ട് ഞങ്ങളോട് നേരിട്ട് വന്ന് പറഞ്ഞ് കെട്ടിടത്ത് ഇടിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റിക്കണമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. അപ്പം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടുടമസ്ഥൻ ഞങ്ങളോട് വന്ന് പറഞ്ഞു, ഈ കെട്ടിടം ഇടിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നീ ഇത് വാങ്ങിക്കോളാൻ പറഞ്ഞു.
അത് ഭയങ്കര അത് അതിശയമായി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കെട്ടിടം ഇടിക്കാൻ പോകുമ്പം ഇതെങ്ങനെയാ വാങ്ങുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്ന ഒരാളല്ലേ. പുള്ളി വിശ്വാസിയല്ല, അദ്ദേഹം വിശ്വാസിയല്ല, അദ്ദേഹം ഇവിടുത്തെ ഒരു ജാട്ടാണ്, ജാട്ട് സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരനാണ്. അദ്ദേഹം പറഞ്ഞു, നീ ഒരു ക്രിസ്ത്യാനിയല്ലേ, നീ പ്രാർത്ഥിക്കുന്ന ഒരാളല്ലേ, നീ ഈ കെട്ടിടം ഇടിക്കത്തില്ല. അഥവാ ഇടിച്ചാൽ പകുതി പൈസ ഞാൻ നിനക്ക് തിരിച്ചു തരാം, നീ ഇത് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹം ഇത് വാങ്ങിക്കണമെന്ന് എന്നെ വളരെ പ്രഷർ ചെയ്തു. അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു ചെറിയ ഒരു പ്രേരണ എനിക്കുണ്ടായി. ഇപ്പം ഞാനിരിക്കുന്ന സ്ഥലമേ അന്ന് തറയിട്ടിട്ടില്ല, ഇവിടെ ഇങ്ങനെ കല്ലുകൾ പാകിയിട്ടിരിക്കുക. ഞാൻ ഇവിടെ വന്നിരുന്ന് മുട്ടുകുത്തിയിരുന്നു ദൈവത്തോട് 3 ദിവസം ഉപവസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എന്ത് ചെയ്യണം. കുറച്ച് അഡ്വാൻസ് കൊടുക്കാൻ പൈസ ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു പ്രേരണയുണ്ടായി, ഇത് വാങ്ങണം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സ്ഥലം എനിക്ക് ചർച്ചായിട്ട് എനിക്ക് തരണം, ആ സ്ഥലം പാർഷനേജായിട്ട് താമസിക്കാനായിട്ട് തരണം. അദ്ദേഹം പറഞ്ഞു, ഈ 2 ഫ്ലാറ്റുകൾ മാത്രമല്ല അപ്പുറം കിടക്കുന്ന ഫ്ലാറ്റ് വേണേ നീ വാങ്ങിക്കോ എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. പക്ഷെ നമുക്കതിന് പൈസ ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമ്മൾ ശ്രമിച്ചില്ല. വിശ്വാസികളോട്, പൈസ ഉള്ളവരോട് പറഞ്ഞിട്ട് ആരും വാങ്ങാനും തയ്യാറാകുന്നില്ല. ഏതായാലും നമ്മൾ അഡ്വാൻസ് കൊടുത്തു, എഴുതിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഷീലാ ദീക്ഷിതിൻ്റെ ഗവൺമെൻറ് ആയിരുന്നു ഡൽഹിയിലെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവർ അൺഓതറൈസ്ഡ് കോളനികളെല്ലാം അത് ഓതറൈസ്ഡ് കോളനി ആക്കാനായിട്ട് അവർ ഡിക്ലെയർ ചെയ്തു. അങ്ങനെ ഈ കെട്ടിടം ഇടിക്കാതെ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് ഇത് ചർച്ചായിട്ട് മാറി, അപ്പുറത്തേത് പാർഷനേജായിട്ട് മാറി. അതിലും വലിയ കാര്യം, ഞങ്ങളുടെ വീട്ടുടമസ്ഥൻ ഒരു നല്ല വിശ്വാസിയായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാം ജാട്ട് സമുദായത്തിൽപ്പെട്ടവരാണ് അവർ. പക്ഷെ അവർ നല്ല പ്രാർത്ഥനാനുഭവമുള്ളവരും ഏത് കാര്യവും ഇന്നും പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളെ വിളിച്ചു പറയുന്നവർ നല്ലൊരു വിശ്വാസിയായിട്ട് അവർ മാറി. അതാണ് ഡൽഹിയിലെ ജീവിതാനുഭവത്തിന്റെ ഭാഗങ്ങൾ. സ്തോത്രം. ഇത്രത്തോളം ദൈവം നടത്തി അത്ഭുതകരമായിട്ട്, വളരെ അത്ഭുതകരം. 35 വർഷമായി വടക്കേ ഇന്ത്യയിൽ വന്നിട്ട് കൊറോണ 2 പ്രാവശ്യം വന്നു. 2 പ്രാവശ്യം കൊറോണ വന്നു. എൻ്റെ ചർച്ചിലൊരു വിശ്വാസി കൊറോണ മുഖാന്തരം മരണമടഞ്ഞു. ബന്ധത്തിൽ ധാരാളമായിട്ടുള്ള മരണമടഞ്ഞു. ഞാനും കൊറോണ വന്നിട്ട് 2 പ്രാവശ്യം, 2ാമത്തെ പ്രാവശ്യം വളരെ കൂടുതലായിട്ട് അതിനെ ബാധിച്ചു. ബോധം പോലും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയൊക്കെ ഉണ്ടായി. പക്ഷേ കർത്താവ് സൗഖ്യം തന്നു, ആരോഗ്യം തന്നു, ബലം തന്നു. വീണ്ടും കർത്താവ് ഉപയോഗിക്കുന്നു. ഇത് വലിയ അത്ഭുതമായിരിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ലജ്ജിച്ചു പോകാൻ കർത്താവ് ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. തകർച്ചകളും വേദനകളും പരാജയങ്ങളും കൈപ്പൂന്നിലും കണ്ണുനീരും ഒക്കെ വന്നെങ്കിലും അത് വർണ്ണനാതീതമാണ്. കാരണം ഇന്ന് കാണുന്ന സൗകര്യങ്ങളോ സുഖങ്ങളോ ഇന്ന് കാണുന്ന സംവിധാനങ്ങളോ ഇല്ലാതിരുന്നൊരു കാലത്താണ് ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് വരേണ്ടി വരുന്നത്. യാതൊരു വിധമായ സംവിധാനങ്ങളും ഇല്ല. നമ്മൾ ഭക്ഷണം കഴിക്കാനില്ല, വസ്ത്രം ധരിക്കാൻ നല്ല വസ്ത്രങ്ങളില്ല, ബസ് യാത്രയ്ക്ക് അല്ലെങ്കിൽ യാത്രയ്ക്കുള്ള പണമില്ല. ഇത് എവിടെ കണ്ടെത്തും എന്നുള്ളൊരു സാധ്യതയും നമുക്ക് അന്നില്ല. നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരു കാലത്താണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയും ദൈവം ധാരാളം വാക്യങ്ങൾ തരികയും നമ്മൾ മനസ്സിൽ വേദനപ്പെടുമ്പോൾ ദർശനങ്ങൾ ദൈവം തരികയും വചനം തന്ന് ദൈവദാസന്മാരെ അയച്ച് ദൈവം ഉറപ്പിക്കുകയും ചെയ്ത് കർത്താവ് നമ്മളെ തള്ളി നീക്കുന്നത് പോലെ നമ്മളെ കൊണ്ട് നടക്കുമായിരുന്നു. അതൊരു വലിയ അത്ഭുതകരമായിട്ട് ഇന്നും തോന്നുന്നു. ദൈവം ഒരിക്കലും കൈവിടുകയില്ല. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിക്കുകയില്ല. നമ്മുടെ മിനിസ്ട്രിയുടെ പേര് റേമ ഫെലോഷിപ്പ് എന്നാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചർച്ചുണ്ട്. അതുപോലെ തന്നെ ഗുജറാത്തിൽ, ഹരിയാനയിൽ, അവിടെ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന ചർച്ചുകൾ അതായത് പ്രാദേശിക സ്ഥലങ്ങളിൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. മിക്കവാറും ഞാൻ ഈ ഗുജറാത്ത്, ഹരിയാന, ഉത്തർപ്രദേശ് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന സഭകളൊക്കെ സന്ദർശിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് അവർക്ക് സഹായിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവർ ആ പ്രാദേശിക സഭകളിലുള്ള സഹായത്താൽ അവർ മുൻപോട്ട് നീങ്ങുകയാണ്. മതപരിവർത്തനത്തിൻ്റെ കേസുകളുണ്ട് നമുക്കെതിരെ ഉണ്ട്. അത് ഇപ്പോഴും നടക്കുകയാണ്. 2 കേസുകളുണ്ട് എൻ്റെ പേരിൽ. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നോളം നിലനിൽക്കുന്നു. ഈ പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ പതറാതെ നിൽക്കുക. തീർച്ചയായിട്ടും. സ്തോത്രം. കർത്താവ് വലിയ വിശാലതയിലേക്ക് നടത്തട്ടെ. മിനിസ്ട്രി, റീമ മിനിസ്ട്രി വളരെ വിശാലതയിലേക്ക് ഗ്രാമങ്ങളിൽ പടർന്നു പന്തലിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന് മഹത്വം.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവളെയും കൂടെ ഒന്ന് പരിചയപ്പെടായിരുന്നു നമുക്ക്. സ്തോത്രം. ഇവിടെ ദേവദാസിന്റെ പ്രിയപ്പെട്ടവളും മോനും ഉണ്ട്. സ്തോത്രം. രണ്ടുപേരെയും നമുക്കൊന്ന് പരിചയപ്പെടാൻ കർത്താവ് നടത്തിയ ഈ ഒരു ശുശ്രൂഷയുടെ ഭാഗമായി കൈത്താങ്ങായി കൂട്ടായി ഇത്രത്തോളം നിൽക്കുവാൻ കർത്താവ് കൃപ കൊടുത്തല്ലോ. പലരും ഇന്നത്തെ കാലത്തെ ജീവിതത്തിൽ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു പോവുക, കഷ്ടതയുടെയും പ്രതിസന്ധിയുടെയൊക്കെ നടുവിൽ. അതിനിടയിൽ കർത്താവിനിൽ ഒന്നിച്ചു ചേർന്ന ഈ കുടുംബം തൻ്റെ പ്രിയപ്പെട്ടവന് നല്ല കൈത്താങ്ങായി പ്രാർത്ഥനയിൽ കൂട്ടായി തുണയായി നിന്ന് പിള്ളേരെ വളർത്തിയെടുത്ത് സകല കഷ്ടതയും സഹിച്ച് ഇത്രത്തോളം നിന്ന കർത്തൃദാസിയെ നമ്മൾ കാണാതെ പോകാൻ പാടില്ല. അതുകൊണ്ട് ദേവദാസിയെയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. കർത്താവ് ദിവസ പേര് പറ. എൻ്റെ പേര് ആലീസ്. നാട്ടിൽ റാന്നി നെല്ലിക്കുമൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ ഓക്കെ. ദേവാസിൻ്റെ കൂടെ വടക്കേണ്ടിയിലോട്ട് വന്നിട്ട് എന്നിട്ടിപ്പോൾ 30 വർഷമായി. 30 വർഷമായി. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ജീവിതങ്ങൾ, ഭാഷയും കാര്യങ്ങളും ഒന്നും അറിയാൻ മേലാതൊരു പുതിയ നാട്ടിലോട്ട് വന്നിട്ട്? ആദ്യമായിട്ട് വരുമ്പോൾ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു ആദ്യം നാളാകുന്നതിന് മുമ്പേ ഡൽഹിയിലോട്ട് വന്നു. അപ്പോൾ എനിക്ക് ഒരു ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ടായിരുന്നത് കൊണ്ട് ഇവിടെ ഇത്രയും നാൾ പിടിച്ചു നിൽക്കാൻ സാധിച്ചു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. പ്രയാസങ്ങൾ വന്നപ്പോഴൊന്നും ഞാൻ ദൈവത്തെ ഇതുവരെയും ഒത്തിരി കഷ്ടത വന്നിട്ടുണ്ട് ജീവിതത്തിൽ. ദേവാസം പറഞ്ഞായിരുന്നു ആദ്യം ഉണ്ടായ കുഞ്ഞുങ്ങളുടെ വേർപാടും പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തതും. എന്നാൽ ദൈവത്തോട് ഒരിക്കലും പിറുപുറത്ത് ഇന്ന് വരെ ഞാൻ ഓർക്കുന്നു. ആഹാരം ഇല്ലാതൊക്കെ വന്നിട്ടുണ്ട്. ആഹാരം പട്ടിണിയായിട്ട് വന്നിട്ടില്ല, എന്നാലും കറികളൊന്നും ഇല്ലാതൊക്കെ ഒത്തിരി സമയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ദൈവത്തോട് ഒരിക്കലും പിറുപുറത്തിട്ടില്ല. അതൊരു നല്ലൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. സ്തോത്രം. മോൻ്റെ ബർത്തിൻ്റെ സമയത്തൊക്കെ ഒത്തിരി പ്രയാസങ്ങളൊക്കെ ആയിരുന്നു. നമുക്കൊരു ഒറ്റ റൂം മാത്രമേ ഉള്ളൂ, ബാത്റൂമില്ല, കിച്ചണില്ല, ഒരു റൂമിൽ മാത്രമേ കാര്യങ്ങളൊക്കെ എല്ലാം നടന്നിരിക്കുക. അപ്പോൾ സമയത്ത് ആഹാരത്തിനൊക്കെ ഭയങ്കര ഡ്രസ്സിനും നല്ല ഡ്രസ്സില്ലായിരുന്നു. ഈ വണ്ണം വെച്ച് വരുമ്പോഴത്തേനും ഇടാൻ ഉടുപ്പില്ല. ഞാനിപ്പോഴും ഓർക്കുമായിരുന്നു. പിന്നെ ഒരു ആൻറ്റി ഞങ്ങൾക്കൊരു എനിക്കൊരു ചുരിദാർ തന്നു. അതിട്ടുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയും വരികയും ഒക്കെ ചെയ്തു. ആ സമയത്ത് ഒരു ബുദ്ധിമുട്ടിൻ്റെ സമയമായിരുന്നു. ഒരു 1.5-2 വർഷത്തോളം ഏകദേശം ഭയങ്കരമായിട്ട് കഴിക്കാൻ ആഹാരമില്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ വിസിറ്റിങ്ങിന് പോയിരുന്നു. വിസിറ്റിങ് ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നേമേ അവിടെ ചെല്ലുമ്പം ഇച്ചിരി ആഹാരം കിട്ടുവാണെങ്കിൽ കഴിക്കാമായിരുന്നു നല്ലതായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അവിടെ ചെല്ലും വീടിൻ്റെ പഠിക്ക് ചെല്ലുമ്പോൾ നല്ല കറിയുടെയൊക്കെ മണം വരും. അപ്പോൾ ഞാൻ പറയും ഇന്നിച്ചിരി അല്ല ആഹാരം തന്നെ നല്ലതായിരുന്നു കഴിക്കാമായിരുന്നു. അവിടെ ചെന്ന് അവർ ചിലപ്പം അവർ പറയും വസയെ കഴിച്ചിട്ട് വേണം കഴിച്ചത്. ഞാൻ ഭാഷ ഞങ്ങൾ വയറ് നിറച്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല സിസ്റ്ററെ, ഞങ്ങൾ കള്ളര് വയറ് നിറച്ച് കഴിച്ചു. അപ്പം എനിക്ക് നിരാശയാവുന്നു. പിന്നെ പലപ്പോഴും ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു. പിന്നെ കുറച്ചായപ്പോൾ എനിക്ക് മനസ്സിലായി ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ നല്ലൊരു അനുഭവം ജീവിതത്തിൽ സംഭവിച്ചു. ദേവദാസി പറഞ്ഞതിനകത്തുനിന്ന് ഒരു ഭാഗം മനസ്സിലായത് എന്നാണെന്നറിയോ? ദേവദാസന്മാരൊക്കെ ഒന്നും ഇല്ലെങ്കിലും അവരെ ഇല്ലായ്മ പുറത്ത് കാണിക്കാതെ അവര് അത് മുണ്ടു മുറുക്കി കൊടുത്ത് സ്തോത്രം അവരെല്ലാം സഹിച്ച് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യും. അതൊരു വലിയ കൃപയാണ് കേട്ടോ. സ്തോത്രം. അത് ഇന്നും അങ്ങനെ ഒരു വീട്ടിൽ പോയാൽ ആഹാരം കഴിക്കാറില്ല. പിന്നെ എന്തെങ്കിലും ഒന്നും പ്രതീക്ഷിച്ചല്ലോ. കർത്താവിന് വേണ്ടി അവരെ ശുശ്രൂഷിക്കുക, അവർക്ക് കൈത്താങ്ങാകുക, പ്രാർത്ഥിക്കുക. സ്തോത്രം. ദൈവത്തിന് മഹത്വം. മോൻ എന്നാ എടുക്കുന്നത്? ഞാനിപ്പം ഇന്റീരിയർ ഡിസൈനിങ് ലാസ്റ്റ് ഇയർ. ഇന്റീരിയർ. ഇവര് രണ്ടുപേരും ഇവിടെ ജനിച്ച് ഇവിടെ ആയതുകൊണ്ട് ഇവിടുത്തെ ലാംഗ്വേജ് ഒക്കെ അവർക്ക് അല്ലേ? സ്തോത്രം. മറ്റേ ശുശ്രൂഷയില് കൂടെ പപ്പായുടെ കൂടെ ആരാധനയ്ക്കും പപ്പായുടെ കൂടെ ഇപ്പം വർഷിപ്പ് ലീഡിങ് ചെയ്യും. വർഷിപ്പ് ലീഡ് ചെയ്യും. ഓക്കെ ഓക്കെ. ഹിന്ദിയിലെ ആരാധന. സ്തോത്രം. ഓക്കെ. അപ്പം മോൻ്റെ പേര്? എൻ്റെ പേര് റോഹൻ ഫിലിപ്പ്. റോഹൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡറാണ്. അങ്ങനെ ഈ കർത്തദാസൻ്റെ കൂടെ കഴിഞ്ഞ 30 വർഷത്തെ നീണ്ട യാത്രയുടെ സ്തോത്രം ഹൃദയം തുറന്ന് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ വാക്കുകളൊക്കെ പരിമിതിപ്പെട്ട് നിൽക്കുകയാണ്. സ്തോത്രം. എങ്കിലും ദൈവം അത്ഭുതകരമായി നടത്തി ഈ കുടുംബത്തെ. ദൈവത്തിന് മഹത്വം. സ്തോത്രം. മോളുണ്ട്. മോളുടെ വിവാഹം കഴിഞ്ഞു. അവർ UK-യിലായിരിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുന്നു. അവളായിരുന്നു പപ്പായെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ചർച്ചിൽ വർഷിപ്പ് ലീഡർ. അവൾ പോയി കഴിഞ്ഞാൽ മോന് അതിനകത്തോട്ട് ആയിരുന്നു. സ്തോത്രം. രണ്ടുപേരും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി ദൈവവേലയോട് സമർപ്പണമുള്ളവരായി
പപ്പ പറഞ്ഞ 4 പേരുണ്ട്, അതിൽ 2 പേര് സ്വർഗത്തിൽ, 2 പേര് ഇവിടെയുണ്ട്. നമ്മൾ കേട്ട അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം NB ഫിലിപ്പ് അവറുകൾ, കർത്താവിൻ്റെ ദാസൻ, എന്നോട് യാത്രയിൽ ഇന്ന് പകല് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ എല്ലാ വശങ്ങളും ഇന്ന് ഇവിടെ പറഞ്ഞില്ല, പിന്നെ ഓർത്ത് ചില കാര്യങ്ങൾ മാത്രമാണ് പങ്കുവെച്ചത്. പറയാത്ത ഒരുപാട് ത്യാഗപൂർണമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. മരണത്തിൻ്റെ മുഖങ്ങളെ പലതവണ കണ്ടു. രോഗം ബാധിച്ച് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്നിട്ട് പോയ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രിയപ്പെട്ടവരിൽ ജീവിച്ചിരിക്കുകയില്ലെന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു. അതിനെല്ലാം തരണം ചെയ്താണ് ഇന്ന് ഈ കുടുംബം കർത്താവിൻ്റെ വേലയിലിരിക്കുന്നത്. ഒരു കാര്യം മാത്രം ഇന്ന് കണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളൂ. ദേവദാസൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ മുഖത്താണോ നോക്കിയത്, ലജ്ജിച്ചു പോകാൻ ഇടയായി തീരത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന, ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരു കാര്യം പറയാം. നിങ്ങൾ ആദ്യമായി വിശ്വാസത്തിൽ വരാത്തവരോ അല്ലെ ആദ്യമായി കേൾക്കുന്നവരോ ഒക്കെ ആണെങ്കിലും യേശുവിനെ നിങ്ങൾ വിളിച്ചാൽ, യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതം തകർന്നുടഞ്ഞു പോകാൻ സമ്മതിക്കത്തില്ല. ഏതവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിലും, രോഗിയായിക്കോട്ടെ, സാമ്പത്തികമായി തകർന്നായിക്കോട്ടെ, കുടുംബമുടഞ്ഞായിക്കോട്ടെ, നിങ്ങളുടെ എല്ലാ പ്രതീക്ഷയും മറ്റായിരിക്കുന്നതെങ്കിലും കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി നിങ്ങളെ നടത്തും. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ദേവദാസനോട് അടുത്തിരിപ്പുണ്ട്. ദേവദാസനുണ്ട്. താവേ സ്തോത്രം, 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 സ്തോത്രം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, ഈ സമയത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നീ വലിയവനായിരിക്കാൾ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നുവെന്ന് നിന്റെ വചനം വായിക്കുന്നു. കർത്താവേ, ഇഫ് യു ആസ്ക് എനിത്തിങ് ഇൻ മൈ നെയിം ഐ വിൽ ഡു ഇറ്റ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാമെന്നുള്ള നിന്റെ വാഗ്ദത്തത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരു നാളും കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത നല്ല ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വാക്കുകൾ കേൾക്കുന്ന, ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ഞങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെയും ആവശ്യങ്ങളെയും ദൂരത്തു നിന്ന് അറിയുന്ന കർത്താവേ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെയും അവരുടെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശ്രോതാക്കളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിലേക്ക് നടന്നു വരുന്ന പ്രിയപ്പെട്ടവരായ ആളുകൾ, വിശ്വാസത്തിൽ നിലനിൽക്കുന്നതായ ആളുകൾ എല്ലാവരെയും ഞങ്ങൾ തിരക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവരെ ദൈവം അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഈ ശുശ്രൂഷയും കർത്താവ് പ്രത്യേകമായി മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, വടക്കേ ഇന്ത്യയിലെ കർത്താവിൻ്റെ ദാസൻ്റെ റീമ മിനിസ്ട്രി ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ദേവദാസനോട് നിങ്ങൾക്ക് കൂട്ടായ്മ കാണിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം. സ്വത്രം. കർത്താവിൻ്റെ വേലയിൽ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. വരവിന് മുൻപായി സ്വത്രം ആയിരങ്ങളെ ഇനിയും ക്രിസ്തുവിലേക്ക് നേടേണ്ടതായിട്ടുണ്ട്. അതിന് ആരോഗ്യവും ബലവും ഈ കുടുംബത്തിന് കൊടുക്കട്ടെ. ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ വിലയേറിയ നിങ്ങളുടെ പ്രാർത്ഥനയും ചോദിച്ചുകൊണ്ട് വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഗഡ് ബ്ലെസ് യു. ലവ് യു എവരിവൺ. വീണ്ടും നമ്മൾ മറ്റൊരു സാക്ഷ്യവുമായി നമുക്ക് അടുത്ത ആഴ്ചയിൽ ഒരുമിച്ച് കൂടാം. കർത്താവ് എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. വൺസ് അഗെയിൻ ലവ് യു ഡിയർ ഓൾ.